മാജിക് ടച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു മാക്സി ടൈപ്പ് ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇത് നല്ലൊരു തുണിയിൽ ചെയ്യുകയാണെങ്കിൽ പുറത്തോട്ട് പോകുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിതൊരു 150 റേഞ്ചിൽ വരുന്നൊരു തുണിയാണ്. സാധാ മാക്സിക്ക് വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ലേസും ഞാനിതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കാൻ പോകുന്നുണ്ട്. അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ കട്ടിംഗ് വീഡിയോയിലോട്ട് പോവാം. തുണി നന്നായിട്ട് ചുളിവൊക്കെ നീർത്തിയിട്ട് നമ്മളിങ്ങനെ 2 മടക്കാക്കിയിട്ട് വിരിച്ചിടുക. നമ്മൾ ഇങ്ങനെ 2ആയിട്ട് മടക്കുമ്പോൾ ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള പാർട്ട് നമ്മുടെ സൈഡിലോട്ട് വരുന്ന രീതിയിൽ വേണം മടക്കാനായിട്ട്. ഇന്ന് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ മെഷർമെൻറ്റ്സ് എടുക്കാതെ നമ്മുടെ ഒരു അളവിൻ്റെ ഉള്ള ഒരു ചുരിദാർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നുള്ള ഈസി ആയിട്ടുള്ള ഒരു മെത്തഡാണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നമുക്ക് കറക്റ്റ് അളവിലുള്ളൊരു ചുരിദാർ എടുത്തിട്ട് ഇതുപോലെ 2ആക്കി മടക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ ഈ അളവിനുള്ള ചുരിദാർ വെക്കുമ്പോൾ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ, അതായത് നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പാർട്ടിൽ ഒരിത്തിരി സിം അലവൻസിന് വിടണം. ഇനി ഇല്ലെങ്കിൽ മറ്റു സൈഡിൽ വിട്ടാലും മതി. നമുക്ക് നെക്കും ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒന്ന് മെഷർ ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ വേസ്റ്റിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ യോക്ക് പാർട്ട്, ഫ്രണ്ട് പാർട്ടിൽ യോക്ക് കട്ട് ചെയ്തിട്ട് ഞാനിവിടെ പ്ലീറ്റ്സ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ നെക്കൊക്കെ കറക്റ്റ് അളവിലാണ് മാർക്ക് ചെയ്തിട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് സീം അലവൻസിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ വിട്ട് കൊടുക്കണം ഒരു 1/4 ഇഞ്ച് നെക്ക് ഫ്രണ്ട് നെക്കിലും 1/4 ഇഞ്ച് ബാക്ക് നെക്കിലും, അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച്. ഇവിടെ നമ്മളൊരിത്തിരി ചെരിച്ചിട്ട് വേണം കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ. നമ്മുടെ ഷോൾഡർ ഒന്ന് നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെരിച്ചിട്ട് കട്ട് ചെയ്യുന്നത്. ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ ചെരിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ തന്നെ നമ്മൾ ആം ഹോളിന് താഴെയായിട്ട് നമ്മുടെ വേസ്റ്റ് ചെസ്റ്റിൻ്റെ അവിടേക്ക് ഒരു 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുക്കണം. ഇപ്പുറത്ത് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ. അപ്പുറത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അപ്പുറത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം.
ഞാൻ ഫ്രണ്ടും ബാക്കും കൂടെ ഒരുമിച്ചാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു ഈ യോക്ക് പാർട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റണം ഫ്രണ്ട് പോർഷനിൽ മാത്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് നമുക്ക് ബാക്ക് പോർഷൻ നമുക്ക് ഒന്ന് മാറ്റിയിട്ട് വേണം ഇതിവിടെ കട്ട് ചെയ്യാനായിട്ട്. ഞാൻ ബാക്ക് പോർഷന് മെല്ലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കറക്റ്റായിട്ട് ഒന്നും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മളിത് ഇവിടെ ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് യോക്ക് പാർട്ട് മാത്രം ഫ്രണ്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇനി രണ്ടും ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും വേറെ വേറെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതാണ് സിമ്പിൾ മെത്തേഡ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. നമ്മളിതൊന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. ഈ ഒരു ലൈനിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ലൈന് താഴെയായിട്ട് ഒരു 1/2 ഇഞ്ച് ഞാൻ ഒരു സീം അലവൻസ് കൊടുക്കുന്നുണ്ട് ഇവിടെ. കട്ട് ചെയ്യുമ്പോൾ ബോട്ടം പാർട്ട് നമ്മൾ ഇത്തിരി ഫുൾ വീതിയിൽ എടുക്കണം. പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വീതി കൂടുതൽ വേണം. അതായത് ബാക്ക് പോർഷനെക്കാട്ടിലും കൂടുതൽ വീതി ഫ്രണ്ട് പോർഷനിൽ നമ്മൾ എടുക്കണം. ഈ യോക്ക് പാർട്ടിൻ്റെ താഴ്ഭാഗം ബോട്ടം പാർട്ട് നമ്മൾ കുറച്ച് കൂടുതലൊരു ഇതിന് മൊത്തം വീതി ഞാൻ എടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിരിക്കും ഇതിന്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഫ്രണ്ടിൽ സിബ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട്. ഇനി സിബ് വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഇവിടെ ഓപ്പണിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പോവാം. എനിക്ക് ഓപ്പണിംഗ് വേണം, സിബ് വെക്കണം, അതുകൊണ്ടാണ് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നും നമ്മൾ നോർമൽ നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ നൈറ്റിയിലൊരു വെറൈറ്റി കൊണ്ടുവരാമെന്നുള്ളൊരു ശ്രമത്തിലാണ് ഞാൻ. ഫസ്റ്റ് അറ്റംപ്റ്റാണ് എൻ്റെ. എന്തെങ്കിലും ഫോൾട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് തന്നെ അറിയിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ യോക്ക് പാർട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഈ ഒരു ലേസ് ഞാനിങ്ങനെ നെക്കിൻ്റെ ഒരു പോർഷനിൽ ഞാനിങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് വെച്ചാൽ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. അതുപോലെ തന്നെ കയ്യിനും ഞാൻ ഈ ഒരു ലേസിൻ്റെ പാർട്ട് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ യോക്ക് ആൻഡ് ബോട്ടം പാർട്ട്. ഞാനിവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് കുറച്ച് സൈഡിലായിട്ടാണ് വരുന്നത്, സെൻറ്ററിലല്ല, ഒരു ഇത്തിരി ഇപ്പുറത്തോട്ട് സൈഡിലാണ് ഞാൻ പ്ലീറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഭാഗമാണ് നമുക്ക് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ബാക്ക് പോർഷനെക്കാട്ടിലും എക്സ്ട്രാ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാർട്ട് നമുക്കിത് ഈ ഒരു ക്രോസ് മാർക്ക് മുതൽ മറ്റേ അപ്പുറത്തെ സൈഡിൽ ഞാൻ ക്രോസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം.
ഇത്രയും സൈഡിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ നമുക്ക് ആ ഒരു മെഷർമെൻറ്റ്സ് ഞാൻ പറയുന്നില്ല, മെഷർമെൻറ്റ് മതിയാവും. ഇനി നമുക്ക് ബാക്ക് പോർഷനും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ബാക്ക് പോർഷൻ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ അത്ര വേണ്ട. അതിന് നമുക്ക് അപ്പം ഞാൻ ബാക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് മെഷർമെൻറ്റ് ഞാൻ ചെയ്തുതരാൻ വിട്ടുപോയി, കാണിച്ചു തരാൻ വിട്ടുപോയി. അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്യുക. ജസ്റ്റ് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു അളവിൻ്റെ ചുരിദാർ ഒന്നും കൂടെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാം. അതുപോലെ അവിടെ ചെരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് വീഡിയോ. പിന്നെ നമുക്ക് കൈയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാനുണ്ട്. ഞാനൊരു 3/4 ഹാൻഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മളൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് കയ്യിന് വേണ്ടിയിട്ടുള്ള പീസ് മുറിച്ചിട്ടെടുക്കാം. ഇതൊരു മാക്സിയുടെ തുണി ആയതുകൊണ്ട് ഒരിത്തിരി നമുക്ക് കിട്ടുള്ളൂ. കയ്യിനൊക്കെ നമ്മൾ ഏച്ചിട്ട് കൊടുക്കേണ്ടി വരും. വലിയ തുണിയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ലാവിഷായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് ഞാൻ ആം ഹോളിൻ്റെ അവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു പോർഷനാണ്. സാധാരണ നമ്മൾ നൈറ്റിയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. നമ്മൾ ആ രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. ഇതുപോലെ രണ്ട് സൈഡും എക്സ്ട്രാ ഉള്ള ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് നമുക്ക് കറക്റ്റ് അളവായിരിക്കും. നമ്മുടെ ആം ഹോള് കട്ട് ചെയ്ത് മാറ്റിയതായതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് അളവിന് കിട്ടും. എക്സ്ട്രാ ഉള്ള പാട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ കൈ കുഴിച്ച് കൊടുക്കണമെങ്കിൽ നമുക്കിത് ഇവിടെ ഒന്ന് കൈ കുഴിച്ചിട്ട് ഒന്ന് വെട്ടി കൊടുക്കാം. എനിക്ക് കൈ കുഴിച്ച് വെട്ടുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഇവിടെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ഇത്തിരി കൂട്ടണം. ഞാനൊരു 13-14 ഇഞ്ചിലാണ് കൈ ലെങ്ത്ത് വെക്കാൻ വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് തികയില്ല. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള പോർഷനും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് 13 ലെങ്ത്തിൽ 13 അല്ലെങ്കിൽ ഒരു 14 ഇഞ്ചിൽ നമുക്ക് ലെങ്ത്ത് കിട്ടണം. അതിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള പോർഷനാണിത്. ഇതൊന്ന് നമ്മൾ കൈയും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എവിടെ നിന്നാണോ കട്ട് ചെയ്തിട്ട് വെച്ചാൽ അതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ ബാക്കി ഭാഗത്ത് ലൈസും കൂടെ ഒന്ന് വെച്ചിട്ട് 2 കൈ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന് വെക്കാൻ വേണ്ടിയിട്ടൊരു പോർഷനും കൂടെ കട്ട് ചെയ്തിട്ടെടുക്കണം. ഒരു ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാക്സി ഡ്രസ് ടൈപ്പ് നൈറ്റി കട്ടിങ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.